200-ന് മേലെയുള്ള വിജയലക്ഷ്യങ്ങൾ സക്സസ്ഫുള്ളായി ഡിഫെൻഡ് ചെയ്ത മുംബൈ ഇന്ത്യൻസിനെതിരെ തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പഞ്ചാബ് കിങ്സിന്റെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ് ശ്രേയസ് അയ്യർ. ടീമിന് ആവശ്യമുള്ള സമയത്ത് പക്വതയാർന്ന ബാറ്റിംഗ് കാണിച്ച ശ്രേയസ് അയ്യർ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടിയാണ് ക്വാളിഫയർ 2-ൽ നിന്ന് പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത്. മത്സരശേഷം ശ്രേയസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് മുംബൈ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഉൾപ്പെടെ രംഗത്തെത്തിയത്. അതേപോലെ ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു പ്രതികരണവും എത്തിയിരുന്നു. ഇന്നലെ നടന്ന പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെ ക്യാപ്റ്റന്മാരുടെ പ്രതികരണങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തന്റെ വിക്കറ്റിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഓരോ ബോളും കളിച്ചതെന്നാണ് ശ്രേയസ് അയ്യർ മത്സരശേഷം പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കളിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചുറ്റുപാടുമുള്ള പ്രഷർ കൂടുമ്പോഴും റിക്വയർഡ് റൺ റേറ്റ് കൂടുമ്പോഴും നമ്മുടെ ക്രിക്കറ്റ് വ്യക്തമായി തന്നെ കളിച്ചാൽ വിജയം നേടിയെടുക്കാനായി സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ചുറ്റുപാടുമുള്ള പ്രഷറൈസ്ഡ് സിറ്റുവേഷനിൽ നമ്മളും പ്രഷറൈസ്ഡ് ആയാൽ പിന്നീടുള്ള ചേസിംഗ് അസാധ്യമായി തന്നെ മാറും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ കൂളായി തന്നെ നിൽക്കാനായാണ് താൻ ശ്രമിച്ചത്. ഇതുതന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നും ഫൈനലിൽ എത്തിയെന്നത് വലിയ അച്ചീവ്മെന്റായി കാണുന്നുണ്ട് എന്നും തങ്ങളുടെ ജോലി ഇനിയും പൂർത്തിയാക്കാനായി ഉണ്ട് എന്നുമാണ് മത്സരശേഷം ശ്രേയസ് അയ്യർ പ്രതികരിച്ചത്. മത്സരം തോറ്റതിന്റെ നിരാശ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മുംബൈ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ എത്തിയത്. ട്രെന്റ് ബോൾട്ട് വിട്ടുകളഞ്ഞ ക്യാച്ചിനെ ഉൾപ്പെടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഹർദിക് പാണ്ഡ്യ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചാൻസസ് മുതലാക്കുക തന്നെയാണ് ഏതൊരു ഒപ്പോണന്റ് ടീമിന്റെയും വിജയം. ശ്രേയസ് ബാറ്റ് ചെയ്ത ശൈലി പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹം ലഭിച്ച ചാൻസുകളെ ഭംഗിയായി തന്നെ വിനിയോഗിച്ചു. കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത ഷോട്ടുകൾ തന്നെയായിരുന്നു ശ്രേയസ് കളിച്ചത്. എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് തങ്ങൾക്ക് വേണ്ടി കളിച്ചത്. എന്നിരുന്നാലും ശ്രേയസിന്റെ കൂളായിട്ടുള്ള അപ്രോച്ച് തീർച്ചയായിട്ടും തങ്ങളുടെ പക്കൽ നിന്നും മത്സരം തട്ടിയെടുക്കുക തന്നെയായിരുന്നു. ഫൈനലിലെത്തിയ രണ്ട് ടീമുകൾക്കും വിജയാശംസകൾ നൽകിക്കൊണ്ടാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഹർദിക് പാണ്ഡ്യ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്നിരുന്നാലും ഓപ്ഷനിൽ വലിയൊരു തുകയ്ക്ക് തന്നെ ടീമിൽ എത്തിച്ചതിനുള്ള 100% എഫേർട്ട് തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇപ്പോൾ പഞ്ചാബ് കിങ്സിന് വേണ്ടി ശ്രേയസ് അയ്യർ കാഴ്ചവെച്ചിരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചാബ് ഒരു IPL ഫൈനൽ കളിക്കാനായി പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.